വളരെ സങ്കടമുണ്ട്. നമ്മുടെ അടുത്തുള്ള പയ്യനും ഇത് സംഭവിച്ചത്. എന്നാലും 3 പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. വളരെ ദുഃഖകരമായ സംഭവമാണ്. കൊട്ടാരക്കര നീലേശ്വരത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് വലിയ അപകടത്തിൽ ബൈക്ക് യാത്രികരായ 3 പേർക്ക് ജീവൻ നഷ്ടമായി. ബുള്ളറ്റും സ്പ്ലെൻഡർ ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബുള്ളറ്റിൽ യാത്ര ചെയ്ത ഒരാളും ബൈക്കിൽ സഞ്ചരിച്ച 2 പേരുമാണ് മരിച്ചതെന്നാണ് വിവരം. മരിച്ചവരിൽ ഒരാൾ നീലേശ്വരം സ്വദേശിയാണെന്നാണ് വിവരം. അപകടം നടന്നതിന് പിന്നാലെ ഇവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുന്നേ തന്നെ 3 പേർക്കും ജീവൻ നഷ്ടമായി. 3 പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നിലവിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അമിത വേഗതയിലെത്തിയ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. വലിയ തിരക്കുള്ള റോഡ് അല്ലാതിരുന്നിട്ടും ഇത്ര വലിയ അപകടം ഉണ്ടായതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. മരിച്ചതിൽ ഒരാൾ നമ്മുടെ കല്ലുകാട് തൊട്ടടുത്തുള്ള സ്ഥലത്തെ ഒരു വിനോദം എന്ന് പറയുന്ന ഒരാളുടെ മോനാണെന്നാണ് നമ്മുടെ അറിവ്. പിന്നെ 2 പേരും മരിച്ചു എന്നാണ് അറിവ്. മൊത്തം 3 പേര് മരിച്ചെന്നും ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഗുരുതരാവസ്ഥ എന്ന് പറയുമ്പോൾ ആ ചികിത്സയിലാണ്. ഇതാണിപ്പോൾ നമ്മൾ കിട്ടിയേക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒരിച്ചിരി വലിയൊരു ആക്സിഡൻറ്റ് പോലെ നമുക്കിത് കാണുമ്പോൾ അറിയാവുന്ന വണ്ടികൾ തമ്മിൽ നേർരേഖയിൽ ഇടിക്കുമായിരുന്നു. നേർരേഖയിൽ കൂട്ടിയിടിക്കുമായിരുന്നു ബൈക്കുകൾ. 2 വിജനമായ ഒഴിഞ്ഞേറുന്ന റോഡായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചത് നമുക്കറിയാൻ മേലാതെ കഴിച്ചൊരു സങ്കടമായിപ്പോയി. ഇതൊരു 2 മണിയോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. 2 ബൈക്കിൽ വന്ന 3 പേര് മരിച്ചു എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. മൊത്തം 4 പേർക്ക് ഒരാൾക്ക് പരിക്കുണ്ട്. ഒരു റോയൽ ഫീൽഡ് ബുള്ളറ്റും മറ്റൊന്നൊരു സ്കൂൾ ബൈക്കുമാണ്. അമിതമായ സ്പീഡാണെന്നാണ് ആളുകൾ പറയുന്നത്. എന്നാലും 3 പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. വളരെ ദുഃഖകരമായ സംഭവമാണ്. ഇത്തരം ബൈക്കുകളുടെ സ്പീഡ് അത് നിയന്ത്രിച്ചേ മതിയാവുകയുള്ളൂ. കാരണം എല്ലാവരും നാട് മുഴുവൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. 3 പേര് മരണപ്പെടുക, ഒരു ആക്സിഡൻറ്റിൽ 3 പേര് മരണപ്പെടുക, പ്രത്യേകിച്ച് 2 ബൈക്കുകൾ തമ്മിലെന്ന് പറയുമ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. മരിച്ചതിൽ 2 പേര് നമ്മുടെ ഈ നീലേശ്വരം ഭാഗത്തുള്ള ആളുകൾ തന്നെയാണ്. 2 ചെറുപ്പക്കാരാണ്. മറ്റേ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നത് ബുള്ളറ്റ് ഓടിച്ചിട്ടുള്ള പന്തള സ്വദേശിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാൾ ചികിത്സയിലുണ്ട് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ.